അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക എന്നിങ്ങനെ നുബാത്തി ഖുതുബ ഏടുകളിലൊന്നുമില്ല. എങ്കിലും വ്യാപകമായി ഇങ്ങനെ ദുആ കേൾക്കാറുണ്ട്. ഈയിടെ പല വിമർശനങ്ങൾക്കും ഇത് വഴിവെച്ചു. എന്താണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം? ഇതിൽ വല്ല അനൗചിത്യവുമുണ്ടോ? അള്ളാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ അത് നുബാത്തിയ ഖുതുബ ഏടുകളിലൊന്നുമില്ല എന്ന് മാത്രമല്ല, മുത്തനബിയിൽ നിന്നോ സ്വഹാബാക്കളിൽ നിന്നോ മറ്റു മഹാന്മാരിൽ നിന്നോ ഉദ്ധരിക്കപ്പെട്ട മൗസൂറായ പ്രാർത്ഥനകളുടെ കൂട്ടത്തിലും അങ്ങനെ ഒന്നും അനുഭവപ്പെട്ടിട്ടില്ല, കേട്ടിട്ടില്ല. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ എന്നത് ആ നിലക്ക് പിന്നീട് ഇങ്ങനെ വന്ന കാലത്ത് ഓരോരുത്തർ യോഗ്യമായ രീതിയിൽ അവർക്ക് തോന്നുന്ന അർത്ഥത്തിൽ അവർ പറയുന്നതായിരിക്കും ഇത്. യഥാർത്ഥത്തിൽ ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും മാത്രമാണ് ഇസ്സത്ത് എന്നും എന്ന് വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനമാണ്. വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വൽ മുഅ്മിനീൻ, വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ. അള്ളാഹുവിന് മാത്രമാണ് ഇസ്സത്ത്, വലി റസൂലിഹി അവരുടെ തിരുദൂതർക്കും, വലിൽ മുഅ്മിനീൻ ആ ഇസ്ലാം അനുസരിക്കുന്ന മുസ്ലിമീങ്ങൾക്കും തന്നെയാണ് എന്നും ഇസ്സത്ത്. മറിച്ചുള്ളവർക്ക് ഇത് ഇല്ലത്തുമാകുന്നു എന്നാണല്ലോ ഈ വാക്യത്തിൻ്റെ സാരം. അപ്പം ആ സാരം എന്നും സ്ഥിരപ്പെട്ട ഒരു പരമയാഥാർത്ഥ്യമാണ്. ആ പരമയാഥാർത്ഥ്യത്തെ ഇനി പുതുതായി ചോദിക്കുക എന്നുള്ള അർത്ഥത്തിൽ അതിൽ വലിയൊരു അർത്ഥമൊന്നുമില്ല എന്നുള്ള നിലക്ക് പലരും പറഞ്ഞിരിക്കാം. അങ്ങനെ ഇസ്സുൽ ഇസ്ലാം വൽ മുസ്ലിമീൻ എന്ന് പറയുന്ന പ്രാർത്ഥനയെ സംബന്ധിച്ച്. എന്നാൽ അർത്ഥം പറയാ, ഇസ്സത്ത് ലാഹിറാക്കണേന്നോ അല്ലെങ്കിൽ ഇസ്സത്തും എന്നൊന്നും നിലനിർത്തണമേ എന്നൊക്കെ പറയാലോ. അങ്ങനെയുള്ള അർത്ഥത്തിൽ വാസ്തവത്തിൽ പലരൊക്കെ അതിനെ സംബന്ധിച്ച് വിയോജിപ്പ് പറഞ്ഞിട്ടുണ്ടാകാം. അങ്ങനെ ആരെങ്കിലും വല്ലവരും പറയുന്നത് കേട്ടുകൊണ്ടായിരിക്കാം ഇപ്പോൾ വിമർശനം ഉന്നയിക്കുന്നവർ ഇത് ഉന്നയിക്കുന്നത്. പക്ഷേ ഈ വിമർശനം ഉന്നയിക്കുന്നവർ പറയുന്നത് അതിൽ മുശ്രിക്കീന വശിർക്ക എന്ന് പറയുന്ന ആ ഭാഗത്താണ്. ഐസുൽ ഇസ്ലാമിൻ്റെ ഭാഗത്ത് അവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഐസുൽ ഇസ്ലാം വൽ മുസ്ലിമി എന്നാണോടത്തല്ല അവരുടെ പ്രശ്നം. അപ്പോൾ അതില്ല ഷിർക്ക വൽ മുശ്രിക്കി എന്ന് പറയാൻ പാടില്ല ഇപ്പോൾ ഇന്ത്യ രാജ്യത്ത് എന്നാണ്. അതൊക്കെ നമ്മൾ പറഞ്ഞുണ്ടാക്കുന്നതാണല്ലോ വാസ്തവത്തിൽ വലിയ മോശം. നമ്മൾ ദ്വാർക്കുന്ന ഒരു ദ്വയോ അല്ലെങ്കിൽ ആൾക്കാർ ദ്വാർക്കുന്ന ഒരു ദ്വയോ ഒക്കെ ഇങ്ങനെ ഉണ്ട് അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വിമർശിച്ചു കൊണ്ടിരിക്കുന്നതാണല്ലോ വാസ്തവത്തിൽ വലിയ പ്രശ്നം. നടത്തുന്നതിലേറെ പ്രശ്നം ഇതൊക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് വിമർശിക്കുന്നതും കുറ്റപ്പെടുത്തുന്നതുമാണ് വാസ്തവത്തിൽ വലിയ പ്രശ്നം. വാസ്തവത്തിൽ ഇസ്സത്തും അതുപോലെ തന്നെ അള്ളാഹു തആല പ്രതാപം നൽകിയിട്ടുള്ളതും ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും മാത്രമാണ്. അതിന് വിരുദ്ധമായ എല്ലാ സത്യനിഷേധത്തിലും ഇല്ലത്ത് തന്നെയാണ് അള്ളാഹു തആല വെച്ചിരിക്കുന്നത് എന്നതൊരു പരമാർത്ഥമാണ്. അത് നല്ലോണം ശക്തമായി ലാഹിറാക്കണം എന്നൊക്കെ അർത്ഥോദ്ദേശത്തോടെ ആരെങ്കിലും പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതൊരു കുറ്റകരമായ പ്രാർത്ഥനയാണെന്നും പറയേണ്ടതില്ല. പക്ഷേ മൗസൂറായൊരു പ്രാർത്ഥനയൊന്നുമല്ല. ഈ അർത്ഥത്തിൽ അതാരോ പറയുന്നതാകാം, ആരോ ഉണ്ടാക്കിയതാകാം എന്ന് ചിലരൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വല്ലതും പറഞ്ഞത് കേട്ടുകൊണ്ടായിരിക്കാം വാസ്തവത്തിൽ ഇങ്ങനെ വിമർശിക്കുന്നവർ പറയുന്നത്. പക്ഷേ വിമർശിക്കുന്നവർക്ക് എങ്ങനെയാണ് അവർ പറയുന്നതെന്നോ മഹാന്മാർ പറയുന്നതെന്നോ ചിലപ്പോൾ പിടികിട്ടിയിട്ടുണ്ടാവില്ല. ആ അർത്ഥത്തിൽ അവർക്ക് തോന്നിയ രീതിയിൽ അവരൊരാശയമുണ്ടാക്കി ആ ആശയം ഇന്ത്യ രാജ്യത്ത് പ്രചരിപ്പിച്ച് ഒരു പ്രത്യേക രീതിയിലുള്ള ആശയം നമ്മുടെ ഫിഖ്ഹുകൾക്കോ നമ്മുടെ ഇസ്ലാമിൻ്റെ മുൻഗാമികളായ നമ്മുടെ അയിമ്മത്തുകൾക്കോ കേരളീയരായ പൂർവ്വകാല പണ്ഡിതന്മാർക്കോ ഒന്നും തിരിയാത്ത ഒരു പുതിയ തരം ഇസ്ലാമികമായ സൗഹാർദ്ദവും ഒരു പുതിയ തരത്തിലുള്ള സ്നേഹവുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പതിവ് ഇപ്പോൾ സുന്നികളായ ഒരുപാട് ആളുകൾക്കുണ്ട്. രണ്ടു സമസ്തയുടെ ഭാഗത്തും ആ രീതിയിലുള്ള പരിശ്രമങ്ങളും ആ രീതിയിലുള്ള വ്യാഖ്യാനങ്ങളും ദുർവ്യാഖ്യാനങ്ങളുമൊക്കെ നമ്മൾ ധാരാളം കേട്ട് മടുക്കുകയാണ്, പ്രയാസപ്പെടുകയാണ്. അതിൻ്റെ ഒരു ഭാഗമായാണ് ഇപ്പം ഈ വിമർശനം കേൾക്കുന്നത്.